2002 മെയ് 23 ജക്കാർത്ത. ജ്ഞാനദളം 357. എന്തെങ്കിലും ഒരു കാരണത്തിനായി സൗഹൃദം. നിങ്ങളുടെ സൗഹൃദങ്ങളെ പരിശോധിച്ചു നോക്കൂ. പലപ്പോഴും അവ എന്തെങ്കിലും ഒരു കാരണത്തിനു വേണ്ടിയായിരിക്കും. നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടാകാം. പൊതു ശത്രുക്കൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നു. ഭയമോ നിലനിൽപ്പിന് ഭീഷണിയോ ഉണ്ടാകുമ്പോൾ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. പൊതുവായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് സുഹൃത്തുക്കളാകുന്നു. ഉദാഹരണത്തിന് രോഗം, അതല്ലെങ്കിൽ പ്രവൃത്തിയിലുള്ള അതൃപ്തി. ഒരേ താല്പര്യമുള്ളവർ ഒരുമിച്ച് കൂടി സുഹൃത്തുക്കളാകുന്നു. ബിസിനസ്സുകാർ, ഒരേ ജോലിയുള്ളവർ, ഡോക്ടർ, കെട്ടിടം പണിയുന്നവർ, സാമൂഹ്യ പ്രവർത്തകർ മുതലായവർ പൊതുവായ താല്പര്യങ്ങൾ ഉള്ളവർ തമ്മിൽ സൗഹൃദം സൃഷ്ടിക്കുന്നു. സ്പോർട്സ്, സിനിമ, സംഗീതം, ഒഴിവു സമയത്തെ വിനോദങ്ങൾ മുതലായവ ഇതിൽ ഉൾപ്പെടും. കരുണയിലൂടെയും സേവനത്തിലൂടെയും ആളുകൾ സുഹൃത്തുക്കളാവുന്നു. ആരോടെങ്കിലുമുള്ള കരുണ കാരണം നിങ്ങൾ അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നു. ദീർഘകാലമായുള്ള പരിചയം കൊണ്ട് മാത്രം ആളുകൾ സുഹൃത്തുക്കളായി തുടരുന്നു. സൗഹൃദത്തിനു വേണ്ടി മാത്രം സൗഹൃദത്തെ പോഷിപ്പിക്കുന്നവർ ധീരരാണ്. അത്തരം സൗഹൃദങ്ങൾ ഒരിക്കലും മരിക്കുകയോ പൊളിച്ചു പോകുകയോ ചെയ്യുകയില്ല. കാരണം അവ നമ്മുടെ സൗഹൃദം നിറഞ്ഞ പ്രകൃതത്തിൽ നിന്ന് വരുന്നതാണ്. ജ്ഞാനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് തന്റെ സൗഹൃദം നിറഞ്ഞ പ്രകൃതം പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. ജയ് ഗുരുദേവ്.